ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ എവർ യു പ്രോജക്റ്റിൻ്റെ രണ്ടാമത്തെ സീസണാണ്. ഫസ്റ്റ് സീസണിൽ നമ്മളാണെങ്കിൽ 2 കപ്പിൾസിൻ്റെ സ്റ്റോറീസ് കണ്ടിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 5 കപ്പിൾസാണുള്ളത്. ബാക്കി 3 കപ്പിൾസിൻ്റെ സ്റ്റോറീസ് നമ്മൾ ഈ ഒരു സീസൺ 2ലാണ് കാണാൻ പോകുന്നത്. 3 കപ്പിൾസിൻ്റെ സ്റ്റോറീസ് 8 എപ്പിസോഡ് വെച്ച് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. നമുക്ക് എന്തായാലും നേരെ ഫസ്റ്റ് കപ്പിളിൻ്റെ ഒരു സ്റ്റോറിയിലേക്ക് അങ്ങ് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഒരു ഹീറോ ആയിട്ടുള്ള ടൈഫൂണിനെയാണ്. ടൈഫൂൺ ഇപ്പോൾ കടലൊക്കെ കാണത്തക്ക രീതിയിൽ ഒരു വ്യൂ പോയിന്റ് വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ നിന്നിട്ട് അവൻ എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അവൻ തന്നെ സംസാരിക്കുന്ന ഒരു വോയിസ് ഓവർ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ടൈഫൂൺ പറയുന്നുണ്ട്, ഈ ഒരു കടലിനെ കാണാനായിട്ട് ഭയങ്കര ഭംഗി തോന്നുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഈ ഒരു ഭംഗി ഇങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. അതേസമയം ആകാശം എന്ന് പറയുന്നത് അതാണെങ്കിൽ ഓരോ ദിവസം മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ എന്തോ അതിൻ്റെ ഭംഗിയാണെങ്കിൽ മാറുന്നില്ല. അതിനുള്ള ഒരു ഭംഗി അതെപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാനീ കാണുന്ന ആകാശം നീയും കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ചുകൂടി ഇരുട്ടുമ്പോഴത്തേക്കും ടൈഫൂൺ ആണെങ്കിൽ നേരെ അവിടെ സൈഡിൽ തന്നെ ഈ ഷിപ്പും സംഭവങ്ങളെല്ലാം തന്നെ ഇട്ടേക്കുന്ന ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്ന് നിന്നിട്ട് അവൻ സ്വയം ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് ഞാൻ ഒളിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇതായിരുന്നു എൻ്റെ ഒളിത്താവളമെന്ന്. ആ സമയത്ത് തന്നെ അവൻ്റെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ രാത്രി സമയത്ത് അവൻ ഇവിടെ വന്നിരുന്ന് ഒളിച്ചിരിക്കാറുണ്ട്. അതേസമയം മഴ പെയ്യുമ്പോൾ പേടിച്ചിട്ട് അവനാണ് എൻ്റെ ചെവി പൊത്തിയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ആ ടൈമിൽ നമ്മുടെ അടുത്ത ഹീറോ ടോൺഫ എപ്പോഴും അവൻ അന്വേഷിക്കോട്ടേക്ക് വരുമായിരുന്നു. ടോൺഫ മാത്രം തന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി എന്നും അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എവിടെ തന്നെ മറങ്ങിയിരുന്നാലും ടോൺഫ എപ്പോഴും കണ്ടുപിടിക്കുകയും അവനെ സമാധാനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ടോൺഫ തന്നെ ടൈഫൂണിനെ വീട്ടിൽ കൊണ്ട് വിടുകയും ചെയ്യുമായിരുന്നു. ഇവർ രണ്ടുപേരും നെയ്ബേഴ്സാണ്. അതുപോലെ തന്നെ ടൈഫൂണിന് ഒരു ചേച്ചിയുണ്ട്, പേര് ഫണ്ണെന്നാണ്. വരുമ്പോൾ തന്നെ ഫണ്ണ് അവിടെ പുറത്തേക്കിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ഫണ്ണ് വന്നോണ്ടേ പറയും, അച്ഛനും അമ്മയും വീട്ടിലില്ല, നീ ഒളിച്ചിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ കാര്യം ഞാൻ ആരോടും പറയത്തില്ല എന്നൊക്കെ. അങ്ങനെ ടോൺഫയോടും ബൈ പറഞ്ഞ് ടൈഫൂണും ഫണ്ണും വീടിനകത്തേക്ക് കയറി പോകാറുണ്ട്. ടൈഫൂൺ തൻ്റെ കുട്ടിക്കാലം എല്ലാം തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം വന്ന് നിന്നിട്ട് ആലോചിക്കുന്നതായിരുന്നു നമ്മൾ ഇത്രയും നേരം കാണുന്നുണ്ടായിരുന്നത്. ഒരു ഫ്ലാഷ് ബാക്കും കൂടെ കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഒരുവിധം വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ടോൺഫ ആണെങ്കിൽ പഠിത്തത്തിനൊക്കെ വേണ്ടിയിട്ട് അവൻ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിന് ടൈഫൂണും ഫണ്ണും സംസാരിക്കാനേ വന്നിട്ടുണ്ടായിരുന്നു. ഫണ്ണ് പറയുന്നുണ്ട്, നീ ഇവിടെ താമസം മാറി കഴിയുമ്പോഴത്തേക്കും പുതിയ നെയ്ബേഴ്സിനെയൊക്കെ കിട്ടുമല്ലോ, നമ്മളപ്പം മറക്കുകയൊന്നും ചെയ്യരുതെന്ന്. അപ്പോൾ ഒരിക്കലും മറക്കത്തില്ല എന്ന് ടോൺഫ തിരിച്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല, നീയല്ല ഇത്രയും ദിവസം ഞങ്ങൾ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, ഇനി ഞങ്ങൾ എങ്ങനെ പഠിക്കുമെന്ന് ഫണ്ണ് ചോദിക്കുമ്പോൾ നിങ്ങൾ നല്ല കുട്ടികളല്ലേ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഭാവിയിൽ നമ്മളെല്ലാവരും ഡോക്ടേഴ്സ് ആവുമെന്നും പറയുന്നുണ്ട്. ടൈഫൂണിൻ്റെ അടുത്തേക്കും ടോൺഫ ഒന്ന് പറയുന്നുണ്ട്, നമ്മളിനി ഒത്തിരി കാലം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്, നീ നന്നായിട്ടിരിക്കണമെന്നൊക്കെ. അതിനുശേഷം ഒരുമിച്ച് ടോൺഫയുടെ അച്ഛൻ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് പ്രസൻറ്റ് സിറ്റുവേഷൻ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ആക്ച്വലി ടൈഫൂണിൻ്റെ ചേച്ചി ഫണ്ണ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ടൈഫൂണാണെങ്കിൽ പഠിത്തത്തിന് വേണ്ടി ഷിയാങ് മായിലേക്ക് പോകാനും നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്ന് രാവിലെ ചേച്ചിയുടെ ഫോട്ടോയൊക്കെ നോക്കിയൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവൻ വരുന്നുണ്ട്. ചേച്ചിയോട് ഗുഡ് ബൈ പറഞ്ഞ് പോകാനേ നിൽക്കുമ്പോൾ അവൻ്റെ അങ്കിള് അവനെ കോൾ ചെയ്യുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, അല്ല ഉച്ചയ്ക്കല്ലേ ഫ്ലൈറ്റ്, നീ രാവിലെ എന്താ ഇറങ്ങിയത്, നീ പോകുന്നതാരും നേരത്തെ പറയത്തുണ്ടാ, ഞാൻ നിന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടാതായിരുന്നു വിചാരിച്ചിരുന്നതെന്ന് പറയുമ്പോൾ, ഇല്ല അങ്കിളിന് അച്ഛൻ്റെ കൂടെ വർക്കൊക്കെ ചെയ്യാനില്ലേന്ന് ചോദിക്കുമ്പോൾ, ഇല്ല നിന്നെ ഒറ്റയ്ക്ക് വിടുന്നതിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ഞാൻ വരണോ, നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പൊക്കോളാം അങ്കിളെന്ന് പറഞ്ഞ് കോൾ കെട്ടിയുന്നുണ്ട്. ട്രാവലൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവൻ ഷിയാങ് മായിലേക്ക് എത്തുന്നുണ്ട്. അവിടെ താമസിക്കാനായിട്ട് അവനൊരു ഡോം റൂം അവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. റൂമിലേക്ക് എത്തി ലഗേജ് എല്ലാം വെച്ച് കഴിയുമ്പോൾ ആദ്യം തന്നെ ലഗേജിൽ നിന്ന് അവനും ടോൺഫയും അവൻ്റെ ചേച്ചിയും ഒരുമിച്ചെടുത്ത ഒരു ഫോട്ടോ അതാണെങ്കിൽ അവൻ ടേബിളിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം അവൻ്റെ ഡയറി എടുത്തിട്ട് അവൻ്റെ ചേച്ചിക്ക് എഴുതുന്നുള്ള രീതിയിൽ അവൻ എഴുതുന്നുണ്ട്. അതായത്, ഞാൻ ഇവിടെ ഷിയാങ് മായിലെത്തി, ഇപ്പോൾ റൂമിലേക്ക് എത്തിയതേ ഉള്ളൂ, ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് പോകുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, ഞാനാണെങ്കിൽ വഴിതെറ്റി പോകാതിരിക്കാനായിട്ട് നീ ആണെങ്കിൽ എന്നൊന്ന് കാത്തോളേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ക്യാമറ എടുത്ത് ഫോട്ടോസ് എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവൻ വിചാരിച്ച പോലെ തന്നെ അവന് വഴിതെറ്റി പോയിട്ടുണ്ടായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് വണ്ടിയിലൊന്നും ഒരാളെടുത്ത്, അല്ല യൂണിവേഴ്സിറ്റിയിലുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അതുവഴിയല്ല പോകുന്നത്, വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. എന്നെ അവിടെ വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാളുടെ കൂടെ വണ്ടി കയറി ഒരു ലിഫ്റ്റ് അടിച്ച് അവൻ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ സ്ട്രീറ്റിലേക്ക് വിടുന്നുണ്ട്. അവിടെ ഒരുപാട് കടകളും ആൾക്കാരും തിരക്കൊക്കെ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടെ അവൻ ക്യാമറയും കൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ട് ഫോട്ടോ എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ ടോൺഫേനാണ് വെച്ച് കാണുന്നത്. ടോൺഫേനെ കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് ടോൺഫേനെ കണ്ണീ പെടാതെ പോകാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ തിരക്ക് കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തട്ടിയിട്ട് അവൻ നേരെ ടോൺഫേയുടെ അടുത്തേക്ക് തന്നെയാണ് ചെന്ന് വീഴാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് ടോൺഫ അവനെ പിടിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ടൈഫൂണാണെന്ന് ടോൺഫയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ടോൺഫയാണ്, നിനക്കെൻ്റെ ഓർമ്മയുണ്ടോ, നമ്മളിപ്പോൾ തന്നെ കണ്ടിട്ട് ഒരു 4 വർഷം ആവുന്നില്ലേ, നിനക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ എന്നൊക്കെ അവൻ തിരിച്ച് പറയുന്നുണ്ട്. അല്ല നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനൊരു മറുപടി കൊടുക്കുന്നതിന് മുന്നേ തന്നെ ടോൺഫയ്ക്ക് അറിയുന്നുള്ള അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവനോട് സംസാരിക്കാനേ തുടങ്ങുന്നുണ്ട്. ടോൺഫ അങ്ങനെ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഒത്തിരി തിരക്കായതുകൊണ്ട് തന്നെ ടൈഫൂണിന് ടോൺഫയുടെ അടുത്തേക്ക് നിൽക്കാനേ പറ്റുന്നില്ല. ആൾക്കാർ നടക്കുന്നതനുസരിച്ച് അവന് മാറി മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ ഫോം ആവുന്നുണ്ട്. അതേസമയം തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. മുമ്പ് എപ്പോഴും ഇതേപോലെ തന്നെ ടൈഫൂൺ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വഴിതെറ്റി പോകാറുണ്ട്. ആ സമയമെല്ലാം തന്നെ ടോൺഫ അവനൊന്ന് കണ്ടുപിടിക്കാറുണ്ട്.
അതുപോലെ തന്നെ ഉണ്ടായ സെയിം സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ടൈഫൂൺ ഒരു പൂച്ചക്കുട്ടി ഇങ്ങനെ മഴയത്ത് നനഞ്ഞിരിക്കുന്ന കാണുമ്പോഴത്തേക്കും അതിനെ രക്ഷിക്കാനായിട്ട് ചെല്ലുന്നതാണ്. എന്നാൽ അവൻ വഴിതെറ്റി ഒരു കാടിൻ്റെ സൈഡിൽ ഇങ്ങനെ അനങ്ങാതങ്ങ് ഇരിക്കുന്നുണ്ട്. ടോൺഫ അവനെ അന്വേഷിച്ച് വരുന്നുണ്ട്. ടോൺഫയുടെ ടൈഫൂൺ അവനെ ബുദ്ധിമുട്ടിച്ചതിന് സോറി പറയുന്നുണ്ട്. എന്നാൽ ടോൺഫ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നിനക്ക് എപ്പോഴേലും വഴിതെറ്റി പോകണമെന്ന് തോന്നുവാണെങ്കിൽ നീയാണെങ്കിൽ സേഫായിട്ട് അവിടെ തന്നെ ഇരുന്നാൽ മതി. ഉറപ്പായിട്ടും ഞാൻ നിന്നെ ഒന്ന് കണ്ടുപിടിച്ചിരിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ കാണിക്കുമ്പോഴായാൽ പോലും ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ടൈഫൂണിന് വഴിതെറ്റി പോകുന്നുണ്ട്. എന്നാൽ ഫ്രണ്ട്സിനോട് സംസാരിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അവനെ കണ്ടുപിടിച്ച് ടോൺഫ അവൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ടോൺഫ അവനെയും കൂട്ടിക്കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അവിടെ ചെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന സമയം അവൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ തനിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതോ ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ, എന്തുപറ്റി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും താൻ ഇതുപോലെ വെറ്റിനറി മെഡിസിൻ പഠിക്കാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. ടൈഫൂണിന് ഈ ഒരു സംഭവം തീരെ ഇഷ്ടമുള്ളതല്ല. എന്നാൽ അവൻ്റെ മരിച്ചുപോയ ചേച്ചി ഫണ്ണിന് ഇങ്ങനെ ഒരു ഡോക്ടർ ആവണം എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അവൾ മരിച്ചു പോയതുകൊണ്ട് തന്നെ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോൾ ഇത് തന്നെ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അവനിത് ഇഷ്ടമല്ല എന്ന് മുമ്പ് തന്നെ ടോൺഫയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു നിനക്കിത് ഇഷ്ടമല്ല എന്ന്, ഇപ്പോൾ എന്തുപറ്റി പെട്ടെന്ന് പഠിക്കാൻ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ അത് പിന്നെ എനിക്കിതൊക്കെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു ആക്ച്വലി എന്ന് അവൻ മറുപടി കൊടുക്കുകയാണ്. ടോൺഫ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഓക്കെ, പക്ഷേ ക്ലാസ് തുടങ്ങാനായിട്ട് 2 മാസം കഴിയുമല്ലോ, നീ എന്തുപറ്റി ഇത്രയും നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നത്, അത് ഒറ്റയ്ക്ക് എന്തുപറ്റി വന്നേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇവിടെ താമസിക്കാൻ പോകുമ്പോഴത്തേക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൊക്കെ വേണമല്ലോ, അപ്പോൾ ആദ്യമേ ഇവിടെ താമസിച്ച് സെറ്റ് ആവാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തനിയെ പോകുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ വീട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ, അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു, ഞാൻ താമസം മാറി വന്നതിന് ശേഷം നിൻ്റെ അച്ഛനെക്കുറിച്ചൊന്നും യാതൊരു വിവരമേ ഇല്ലയെന്ന് ടോൺഫ പറയുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ തൻ്റെ അച്ഛൻ സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, പിന്നെ അമ്മേനെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരം ഇല്ലയെന്ന് പറയുമ്പോൾ ടോൺഫ അതെന്തുപറ്റി അങ്ങനെയൊക്കെ പറയാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നോക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ എൻ്റെ അമ്മ അച്ഛനും തമ്മിൽ ഡിവോഴ്സായി, അപ്പോൾ തന്നെ അമ്മ താമസം മാറി പോയി എന്ന് പറയുന്നുണ്ട്. ടോൺഫ ഇപ്പോൾ ഞാൻ ആ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഐ എം സോറി എന്ന് പറയുമ്പോൾ ഇല്ല ഒന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ടോൺഫ ആ സമയം തന്നെ ഫണ്ണിന് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചേച്ചിയുടെ കാര്യം ഓർത്തിട്ട് ഇവന് സങ്കടം വരുന്നുണ്ട്. എന്നാൽ എന്തോ റീസൺ കൊണ്ട് തന്നെ ടൈഫൂൺ ഫണ്ട് മരിച്ചു എന്നുള്ള കാര്യം തുറന്നു പറയുന്നില്ല, പകരം സുഖമായിട്ടിരിക്കുന്നു എന്നങ്ങ് പറയുന്നുണ്ട്. പക്ഷേ ഫണ്ടിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ട് തന്നെ ടൈഫൂൺ വല്ലാതായിട്ടുണ്ടായിരുന്നു, ആളങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. ടോൺഫയ്ക്കും എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, എന്നാൽ അവൻ ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല. പിന്നീട് ടോൺഫ തന്നെയാണ് ടൈഫൂണിനെ തിരിച്ച് അവൻ താമസിക്കുന്ന ഡോമിലേക്ക് കൊണ്ടുവിടുന്നത്. നൈറ്റ് ഫ്രഷായി വന്നതിന് ശേഷം ടൈഫൂൺ അവൻ്റെയും അവൻ്റെ ചേച്ചിയുടെയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഫ്രെയിം എടുത്ത് ടേബിളിൽ വയ്ക്കുന്നുണ്ട്. അത് മാത്രമല്ല അവൻ്റെ ചേച്ചിയുടെ പേരിലുള്ള കുറേ ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു, അതിന് അവൻ എഴുതിയതാണോ അതോ ചേച്ചിയുടെ പേരിൽ മറ്റാരെങ്കിലും എഴുതിയത് അവന് കിട്ടിയതാണോ എന്നറിയത്തില്ല. അതൊക്കെ അവൻ്റെ ഇരുന്നത് അവൻ ടേബിളിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവൻ എൻ്റെ ഡയറി ഓപ്പൺ ചെയ്ത് എഴുതാനായി തുടങ്ങുന്നുണ്ട്. ഡയറിയിലും അവൻ ചേച്ചിയോട് സംസാരിക്കുന്ന രീതി തന്നെയാണ് എഴുതുന്നത്. ഇന്ന് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ടോൺഫേനെ കണ്ടു എന്നും കാണുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല എന്നും, കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു എന്നാൽ എന്നെക്കൊണ്ട് പറയാൻ പറ്റിയില്ല. പിന്നെ ടോൺഫ നിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പോലും ഞാനാണെങ്കിൽ കള്ളം പറഞ്ഞു, നീ ഓക്കെ ആയിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ടോൺഫയോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും വെറുക്കുന്ന പോലെ എൻ്റെ അടുത്ത് അവനും ദേഷ്യപ്പെടുമെന്ന് എനിക്ക് പേടിയുണ്ട്. പിന്നെ നീ പോയി കഴിഞ്ഞല്ലോ, എനിക്കിനി കൂടെ നിൽക്കാൻ അവൻ മാത്രമേ ഉള്ളൂ, അവനെ ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ഡോറിൽ ആരോ ഒന്ന് നോക്ക് ചെയ്യുന്നത്. ശബ്ദം കേട്ട് പോയി ഓപ്പൺ ചെയ്യുമ്പോൾ അത് ടോൺഫ ആയിരുന്നു. എന്നാൽ ടോൺഫ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ടോൺഫ അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ എല്ലാം അറിഞ്ഞു, ഫണ്ട് മരിച്ചു പോയല്ലേ, നീ എന്നോട് സത്യം മറച്ചു വെച്ചല്ലേ, എനിക്കൊന്നാതെ കള്ളം പറയുന്നവരെ തീരെ ഇഷ്ടമല്ല, അതിൻ്റെ കൂടെയാണ് നീ എന്നോട് കള്ളം പറഞ്ഞത്. പിന്നെ നിനക്ക് തന്നെ നന്നായിട്ടറിയാം നീ അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് അവൾ മരിച്ചു പോയത്, നീ ഒരാൾ കാരണമാണ് അവൾ മരിച്ചത്, എല്ലാം നിൻ്റെ തെറ്റാണ്, അതും നീ മനസ്സിലാക്കണം. നീ പിന്നെ എന്നോട് കള്ളം പറഞ്ഞു, എനിക്ക് നിന്നെ കാണണമെന്നേ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ടോൺഫ അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. ടൈഫൂണാണെങ്കിൽ കാല് പിടിച്ച് പറയുന്നുണ്ട് ഐ എം സോറി പോവല്ലേ എന്നൊക്കെ. എന്നാൽ ടോൺഫ ആണെങ്കിൽ ഡോർ അടച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇതെല്ലാം തന്നെ ടൈഫൂൺ പേടിച്ചിട്ട് അവൻ കണ്ടൊരു സ്വപ്നം മാത്രമായിരുന്നു. അടുത്ത ദിവസം രാവിലെ അവൻ്റെ ഡോം റൂമിൻ്റെ പുറത്തായിട്ടുള്ള ഒരു കുഞ്ഞ് സ്റ്റോളിൽ നിന്ന് അവൻ ഫുഡ് വാങ്ങാനേ പോകുന്നുണ്ട്. അവനൊരു അല്പം ഫുഡ് മാത്രം വാങ്ങുന്ന കാണുമ്പോൾ നിനക്കിത് മതിയാവോ, എന്ത് പറ്റി വല്ലാണ്ടിരിക്കുന്ന, വയ്യായ്ക തോന്നുന്നു എന്നൊക്കെ അവർ കട നടത്തുന്ന ലേഡി ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫുഡ് വാങ്ങിച്ച് റൂമിലേക്ക് വന്നിരുന്ന ഉടനെ തന്നെ അവൻ പഠിക്കാനേ തുടങ്ങുന്നുണ്ട്. പക്ഷേ അവനൊരു ഫുഡ് കഴിക്കുന്നില്ല. നൈറ്റ് വരെ അവൻ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് പഠിക്കുന്നുണ്ട്. ഫണ്ടിന് വേണ്ടിയിട്ടാണ് അവൻ ഈ വെറ്റിനറി മെഡിസിൻ പഠിക്കാനായി തീരുമാനിച്ചത്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, അവൻ ഒരിക്കൽ ഇതിൻ്റെ എൻട്രൻസ് എക്സാം എഴുതിയതുമാണ്. എന്നാൽ ആ ടൈമിന് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഫെയിലായി പോയിട്ടുണ്ടായിരുന്നു. സോ സെക്കൻഡ് ടൈം എന്തായാലും തന്നെ നേടിയിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവനിപ്പോൾ ഈ ഒരു വാശി തന്നെ ഇരുന്ന് പഠിക്കുന്നത്. എന്തായാലും പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോകുന്നത്. ഇരുട്ടാകുമ്പോഴത്തേക്കും അവൻ വല്ലാണ്ട് പേടിച്ചു പോകുന്നുണ്ട്. കറണ്ട് പോയതായിരിക്കില്ല, ലൈറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും എന്നൊക്കെ എഴുതിയിട്ട് ടേബിൾ ലാമ്പ് ഒരിക്കൽ കൂടെ സ്വിച്ച് ഓണാക്കി ഓഫാക്കിയൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ഒന്നും വർക്കാവുന്നില്ല. അപ്പോൾ അതൊക്കെ പേടിച്ച് തന്നെ എഴുന്നേറ്റ് പോയിട്ട് മെയിൻ സ്വിച്ച് എല്ലാം തന്നെ ഇട്ട് നോക്കുന്നുണ്ട്. എന്നിട്ടും ലൈറ്റൊന്നും തന്നെ വരുന്നില്ല. അങ്ങനെ ഫോണിൻ്റെ ടോർച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൽ ആ ഒരു ലൈറ്റ് വെച്ചിട്ട് അവൻ പോയി ഡോർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പേടി കാരണം തന്നെ അവൻ വീണ്ടും ഡോർ അടച്ച് അകത്തേക്കിരിക്കുകയാണ്. നോക്കുമ്പോൾ ഫോണിൻ്റെ ചാർജും ഉടനെ തീരുമെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ സമയമാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ അവനോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇയാളാണെങ്കിൽ അവനോട് പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഓഫീസിൽ കയറരുതെന്ന്. എന്നാൽ അവനൊരിക്കൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വൃത്തിയായിട്ടുള്ള തന്നെ ഒരു വേസ് അവൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു.
ആ പേരും പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുകയാണ്. എൻ്റെ ഓഫീസിൽ കയറരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പറഞ്ഞ അനുസരിക്കാനായിട്ട് പറ്റത്തില്ലേ, നിന്നെക്കാളും എത്രയോ വിലപിടിപ്പുള്ളതാണ് ആ ഒരു ഫേസ് എന്ന് നിനക്കറിയാമോ, നീ കുറച്ച് നേരം ഇവിടെ കിടക്കുന്നു പറഞ്ഞിട്ട് ഒരു ഇരുട്ട് റൂമിൽ കൊണ്ട് അവനെ പൂട്ടിയിട്ടിട്ട് അവൻ്റെ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനെ ചെയ്യില്ല, തന്നെ തുറന്നു വിടാനെല്ലാം തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഒന്നും കേൾക്കുന്നില്ല. ആ ഒരു ഡോർ ലോക്ക് ചെയ്തിട്ട് അവൻ്റെ അച്ഛൻ പോവുകയാണ്. എന്നാൽ ആ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് ടോൺഫ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ടോൺഫയ്ക്കും ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഡോറിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പ് വഴി ടൈഫൂണിന് ഇരുട്ട് പേടിയായതുകൊണ്ട് തന്നെ ടോൺഫ അവൻ്റെ കൈ ഇടുന്നുണ്ട്. എന്നിട്ട് കൈ പിടിച്ചിരുന്നോളാന്നേ പറയുന്നുണ്ട് അവൻ്റെ അച്ഛൻ. അതായത് ടൈഫൂണിൻ്റെ അച്ഛൻ തിരിച്ചു വന്ന് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന വരെ തന്നെ താൻ കൂടെ ഇരുന്നോളാന്ന് ടോൺഫ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ടൈഫൂൺ ആലോചിക്കുമ്പോൾ ഉടനെ തന്നെ അവൻ ടോൺഫേനെ കോൾ ചെയ്യുന്നുണ്ട്. തൻ്റെ റൂമിൽ കറണ്ട് പോയി എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നിനക്ക് ഇപ്പോഴും ഇരുട്ട് പേടിയുണ്ടോ എന്ന് ടോൺഫ ചോദിക്കുന്നുണ്ട്. ആ അതെ, തൻ്റെ ഫോണിലെ ബാറ്ററിയും തീരാറായി എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാം, നീ കോള് കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവനോട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറയുന്നുണ്ട്. ഉടനെ തന്നെ ടോൺഫ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ടോൺഫേനെ കാണുമ്പോഴാണ് ടൈഫൂണിന് ഒരല്പമെങ്കിലും സമാധാനമാവുന്നത്. ടോൺഫ പറയുന്നുണ്ട്, ഞാൻ സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചു, കറണ്ട് രാവിലേക്കാകുമ്പോൾ വരുമെന്നാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്യ്, ഇന്ന് നൈറ്റ് നീ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് സ്റ്റേ ചെയ്യാനായി പറയുന്നുണ്ട്. ഐഫോൺ അത് കുഴപ്പമില്ലെന്ന് നോക്കുമ്പോൾ നിൻ്റെ ഫോണിൽ ചാർജും തീരാറായില്ലേ, നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട, നീ എൻ്റെ കൂടെ വരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ടൈഫൂണിന് ടോൺഫയുടെ കൈ പിടിച്ച് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അവൻ മടി കാരണം തന്നെ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ പിന്നീട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീ ഓക്കെ ആണോ, ഈ ലൈറ്റിൽ ബെറ്റർ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഐഫോൺ പേടിച്ചിട്ട് വല്ലാണ്ട് വേർത്തതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു വേർപ്പെല്ലാം തുടയ്ക്കാനായിട്ട് ടോൺഫ ആണെങ്കിൽ അവൻ്റെ ഹാൻഡ് കർച്ചീഫൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവനെയും കൊണ്ട് നേരെ ടോൺഫ താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നുണ്ട്. വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നീ ബെഡ്റൂമിൽ കിടന്നോ, ഞാൻ സോഫയിലേക്ക് കിടന്നാളാമെന്ന്. എന്നാൽ ഇല്ല കുഴപ്പമില്ല, ഞാൻ സോഫയിൽ കിടക്കാം, നീ ബെഡ്റൂമിൽ കിടന്നോളാൻ ടൈഫൂൺ തിരിച്ച് പറയുന്നുണ്ട്. എന്നാൽ ടോൺഫ സമ്മതിക്കുന്നില്ല. ടൈഫൂണിന് ചേഞ്ച് ചെയ്യാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താൻ സോഫയിൽ കിടക്കാൻ പോവാണെന്ന് പറയുമ്പോഴത്തേക്കും ടൈഫൂൺ ആണെങ്കിൽ എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കൊണ്ടൊന്നും താല്പര്യമില്ല, നിങ്ങൾക്കും വേണമെങ്കിൽ ബെഡിൽ കിടക്കാം, നമുക്ക് ഒരുമിച്ച് കിടക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ടോൺഫ അതൊന്നും പ്രശ്നമല്ല, നീയാണെങ്കിൽ ബെഡിൽ കിടന്നു, അത് ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്ത് സോഫയിലേക്ക് കിടക്കാനായി പോകുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ആണെങ്കിൽ ഒരു താങ്ക് യൂവും പറയുന്നുണ്ട്. ഈ ടൈം കഴിഞ്ഞിട്ട് ടൈഫൂൺ ഉറങ്ങിയെന്ന് വരുമ്പോഴത്തേക്കും ടോൺഫ റൂമിലേക്ക് വരുന്നുണ്ട് ഒരു ബുക്ക് എടുക്കാനായിട്ട്. എന്നാൽ ആ ഒരു ടൈമിൽ സൗണ്ട് കേട്ട് ടൈഫൂൺ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ടോൺഫ ആണെങ്കിൽ സോറി, ഞാൻ ബുക്ക് എടുക്കാൻ വന്നായിരുന്നു, നിന്നെ അങ്ങനെ എഴുന്നേൽപ്പിച്ചല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ലല്ല, ഞാൻ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എന്ത് പറ്റി, ബെഡിൽ കിടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. ആ സമയം ടോൺഫ ആണെങ്കിൽ എനിക്ക് ഉറങ്ങിക്കോ, ഞാൻ ഈ ലാമ്പിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല അത് ഓഫ് ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം എന്ത് പറ്റി, ഇരുട്ടത്ത് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ, നിനക്കാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാലും എന്നെക്കൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറയാണ്. ടോൺഫ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നീ ഉറങ്ങുന്നേരം ഞാൻ നിന്നോട് ഇരിക്കാൻ, പേടി തോന്നുന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൈ പിടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടൈഫൂൺ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അവൻ ടോൺഫയുടെ കൈയും പിടിച്ച് ഉറങ്ങാനേ കിടക്കുന്നുണ്ട്. ടോൺഫ ആണെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ടൈഫൂണിന് നല്ല പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങുന്നവരെ ഇനി പോകത്തില്ലല്ലോ എന്നിങ്ങനെ ചോദിച്ച് ഉറപ്പിക്കുന്നുണ്ട്. ഞാൻ പോകത്തില്ല എന്ന് പറയുമ്പോഴാണ് ഇച്ചിരി ഇങ്ങനെ സമാധാനപ്പെട്ട് അവൻ ഉറങ്ങുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കുറച്ച് ലേറ്റായിട്ടായിരുന്നു ടൈഫൂൺ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അവൻ പുറത്തേക്ക് വരുമ്പോൾ ടോൺഫ ഓൾറെഡി റെഡി ആയിട്ട് ഇങ്ങനെ അവൻ്റെ വർക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ടൈഫൂൺ ഐ എം സോറി, ഞാൻ എഴുന്നേറ്റ് ലേറ്റായി എന്ന് പറയുമ്പോൾ ഇല്ലാന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഇടാനായിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാമെന്നും പറയുന്നുണ്ട്. അവനങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് പോകാനേ തുടങ്ങുമ്പോൾ എനിക്കാണെങ്കിൽ ഫണ്ണിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവളുടെ കോൺടാക്റ്റ് എനിക്കൊന്ന് സെൻഡ് ചെയ്യാമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ടൈഫോൺ പതറുന്നുണ്ട്. എന്നാലും അവൻ ആ ഓക്കെ ഞാൻ സെൻഡ് ചെയ്തേക്കാമെന്ന് ഇങ്ങനെ പറയാണ്. അതിനുശേഷം അവർ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ടൈഫൂൺ ഇങ്ങനെ വിഷമിച്ചിരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ ടോൺഫ അവനോട് സംസാരിക്കാനായി തുടങ്ങുന്നുണ്ട്. ടോൺഫ ചോദിക്കുന്നുണ്ട്, അല്ല ഫണ്ണാണെങ്കിൽ എവിടെ മെഡിസിൻ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തത്, വീടിനടുത്തുള്ള കോളേജിലാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ അതേന്ന് ഞാൻ പറയുന്നുണ്ട്. നിന്നെ അവൾ ഒറ്റയ്ക്ക് ഇടുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ അവിടെ താമസം മാറിയതിന് ശേഷം നിങ്ങൾ രണ്ടും തമ്മിൽ അടിവെല്ലാം ഉണ്ടായോ, ഇല്ലെങ്കിൽ അവൾ നിന്നെക്കുറിച്ച് ഓർത്ത് എപ്പോഴും ടെൻഷൻ അടിക്കുന്നതല്ലേ, സോ നിന്നെ ഒറ്റയ്ക്ക് ഇടുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ എനിക്കിവിടെ പഠിക്കാൻ വരണമെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്, പിന്നെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാനിപ്പോൾ വലുതായതുകൊണ്ട് തന്നെ മുമ്പത്തെ പോലെ എന്നെക്കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ടൊന്നും ഫണ്ട് ടെൻഷൻ ആവാറില്ല എന്നും പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടൈഫൂൺ ടോൺഫയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ താമസം മാറിപ്പോയതിനു ശേഷം എൻ്റെ ഫാമിലിനെ കുറിച്ച് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ, എൻ്റെ പാരൻസിനെ പറ്റിയിട്ട് നിങ്ങളുടെ പാരൻസ് സംസാരിക്കുകയൊന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ അച്ഛനെ പറ്റി ഒന്നും പറഞ്ഞില്ല, സോ നമ്മളിനി മീറ്റ് ചെയ്യുന്നെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിലിനി ഒരിക്കലും കാണത്തില്ലായിരുന്നല്ലേ എന്ന് ടൈഫൂൺ പറയുമ്പോൾ അതൊക്കെ ഒരു കോയിൻസിഡൻസ് അല്ലേ, നമ്മൾ മീറ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ടല്ലേ നീ ഞാൻ പഠിക്കുന്ന അതേ കോളേജിൽ ജോയിൻ ചെയ്തത്, എന്തായാലും നമ്മൾ മീറ്റ് ചെയ്തല്ലോ, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. നന്നായിട്ട് ടൈഫൂൺ അവൻ്റെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ടോൺഫ അവനോട് ഫണ്ണിൻ്റെ കോൺടാക്റ്റ് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫണ്ണ് മരിച്ചതിന് ശേഷം അവളുടെ മൊബൈൽ ഫോൺ ഇവൻ്റെ കയ്യിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും ടോൺഫ മെസ്സേജ് അയക്കുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ആ ഒരു ഫോൺ ഇവൻ ചാർജിൽ ഇടുന്നുണ്ട്. എന്നിട്ട് ഓൺ ആക്കുമ്പോഴത്തേക്കും ടോൺഫ അതിൻ്റെ അകത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫൺ ഞാൻ ടോൺഫയാണ്, നിനക്ക് സുഖമാണോ, ഞാനാണെങ്കിൽ ഇതുപോലെ ടൈഫൂണിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ ഞാൻ പഠിക്കുന്ന അതേ കോളേജിലാണ് ജോയിൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് സംസാരിക്കുവാണെന്നുള്ള രീതിയിൽ തന്നെ ഇവനാണെങ്കിൽ ഓ അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് തിരിച്ച് റിപ്ലൈ എടുക്കുമ്പോൾ എനിക്കാണെങ്കിൽ ടൈഫൂണിനെ കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ താമസം മാറിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോ, കാരണം ടൈഫൂൺ പെരുമാറുന്ന വെച്ചിട്ട് അവൻ ആകെ ആൾ മാറിപ്പോയല്ലോ തോന്നുന്നു, എനിക്കാണെങ്കിൽ ടെൻഷനാവുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്.
അപ്പോൾ തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്, ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല, അവൻ പഴയതുപോലെ തന്നെയാണ്, നിനക്ക് തോന്നുന്നതായിരിക്കുമെന്ന്. അവർ ആ ഒരു മെസ്സേജോടെ തന്നെ അവരെ ചാറ്റിംഗ് നിർത്തുന്നുണ്ട്. ഉടനെ തന്നെ ടൈഫൂണിന് ടോൺട്ട മെസ്സേജ് ഇട്ട് നമുക്ക് നാളെ ഒന്ന് പുറത്തേക്ക് പോയാലോ, നീ ഫ്രീ ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ ആണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ പുറത്ത് കാറിൽ പോകുന്ന സമയത്ത് ടൈഫൂൺ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് കാണുമ്പോൾ എന്തോ ഇന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ടേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം നേരെ ഉറങ്ങാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്ത ദിവസം നിനക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അന്ന് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയെന്ന് അവൻ പറയുന്നുണ്ട്. ടോൺഫ അതുകൊണ്ട് തന്നെ അവനോട് ഒരു കാര്യം ചെയ്താൽ മതി, നിനക്ക് ഇനി ഉറങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ടൊക്കെ തോന്നിയ ഏതെങ്കിലും ദിവസം ഉണ്ടെങ്കിൽ നീ എൻ്റെ വീട്ടിലൊന്ന് സ്റ്റേ ചെയ്തോ, പിന്നെ നിനക്കാണെങ്കിൽ ഈ ഇരുട്ട് പേടിയുള്ളത് ആ കുഴപ്പങ്ങളെല്ലാം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാടായി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഡോക്ടറിനെ പോയി കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ കണ്ടു, പക്ഷേ മാറ്റമൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. കോൺഫേ പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ആരുടെങ്കിലും സംസാരിച്ച് നോക്കൂ, ഒരുപക്ഷെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ അങ്ങനെ ആരുടെയും നിന്നെ കൊണ്ടുപോട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ശരി ഓക്കെ നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ കഴിച്ചില്ലെങ്കിലും ടൈഫോൺ കഴിച്ചു എന്ന് കള്ളം പറയുന്നുണ്ട്. എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് കള്ളം പറയുന്നത് വേണ്ടാന്ന് പറഞ്ഞ് അവനെ കൊണ്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് വാങ്ങിച്ചു കൊടുത്ത ഫുഡിൽ ഒരല്പം മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്തൊരു നിനക്ക് വയ്യാത്തതുകൊണ്ടാണോ നീ ഫുഡ് കഴിക്കാത്തത്, എന്തെങ്കിലും വയ്യായി കൊണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം പിന്നെ ഇത്രയും കുറച്ച് മാത്രം കഴിച്ച് ഓക്കെ നമുക്ക് തമ്മിലൊരു ഡീൽ വയ്ക്കാം, നീ മൊത്തം ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ പുറത്ത് കറങ്ങാൻ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം പക്ഷേ അതിലൂടെ നിനക്കെന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ടോൺഫ അതിനൊരു മറുപടി എടുക്കുന്നില്ല, പകരം ഡീലാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ടൈഫോൺ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ മൊത്തം ഫുഡും കഴിക്കുന്നുണ്ട്. ടോൺഫ ടൈഫൂണിനെയും കൊണ്ട് നേരെ ഒരു ബുദ്ധ ടെമ്പിളിലേക്കാണ് വരുന്നത്. അവിടെ ചെന്നിട്ട് അവരാദ്യം തന്നെ കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ മൊത്തം ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് ടൈഫൂണാണെങ്കിൽ ആകാശത്തിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് നിനക്ക് ആകാശത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതെ എന്ന് ടൈഫൂൺ തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടൈഫൂൺ നമുക്കൊരു ഗെയിം കളിക്കാമോ, പരസ്പരം നമുക്ക് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് മറുപടി പറയണമെന്നിങ്ങനെ പറയുന്നുണ്ട്. ടോൺഫ തമാശയ്ക്ക് അപ്പം മറുപടി പറയാൻ താല്പര്യം ഇല്ലെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് പറയണ്ടെന്ന് വെച്ച് ടൈഫൂൺ പറയുന്നുണ്ട്. ടോൺഫ ഓക്കെ ഞാൻ ചുമ്മാ പറഞ്ഞത്, ആരാദ്യം ചോദിക്കും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ് ടൈഫൂൺ തുടങ്ങുന്നുണ്ട്. അതായത് നീയാണെങ്കിൽ താമസം മാറി പോയതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു ലൈഫ് എന്ന്. ആ സമയം കുഴപ്പമില്ല നന്നായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു, സ്റ്റഡീസ് ട്യൂഷൻ എടുക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് ലൈഫ് മുന്നോട്ട് പോയി എന്ന് പറയുന്നുണ്ട്. തിരിച്ചും സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല നന്നായിട്ട് പോയി എന്ന് അവൻ പറയുന്നുണ്ട്. ടൈഫൂൺ ചോദിക്കുന്നുണ്ട്, ഹൈസ്കൂളിലായതിനു ശേഷം ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. ആ സമയം ഫ്രണ്ട്സായിട്ട് നന്നായിട്ട് തന്നെയാണ് പോയത്, വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അവനോടും സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ടൈഫൂൺ അടുത്ത് ചോദിക്കുന്നുണ്ട്, കോളേജിലെ ഫ്രണ്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു. ആ സമയം ടോൺഫ ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് വിയേർഡാണ്, പക്ഷേ അവരോടുള്ളത് നല്ല ഫണ്ണാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ടൈഫൂണിനെതിരായിട്ട് കോളേജിൽ ജോയിൻ ചെയ്ത് ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ആവാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ആയിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ അവനോട് ആ ഒരു ചോദ്യമല്ല ചോദിക്കുന്നത്, പകരം ശ്രീതോങ്ങിന് സുഖമാണെന്നാണ് ചോദിക്കുന്നത്. ശ്രീതോങ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടൊരു ഫ്ലാഷ് ബാക്കിൽ മഴയത്താണെങ്കിൽ ടൈഫോൺ പൂച്ചക്കുട്ടീനെ രക്ഷിച്ചല്ലോ, ആ ഒരു പൂച്ചക്കുട്ടിയുടെ പേരാണ്. അപ്പോൾ ആ ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേക്കും തന്നെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അന്ന് ആ ഒരു പൂച്ചക്കുട്ടീനെ രക്ഷിച്ച സമയത്ത് ടോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പൂച്ചക്കുട്ടീനെ വേണം, എനിക്കിനെ വളർത്തണം, ഇവിടെ കളഞ്ഞിട്ട് തരാൻ പറ്റത്തില്ല എന്ന്. അവൻ്റെ ഭാഷ കണ്ടിട്ട് ടോൺഫ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ടൈഫോണിനോട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ ദേഷ്യപ്പെടുമെന്ന്. അങ്ങനെ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിക്കുമ്പോൾ ടോൺഫ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഞാൻ വളർത്താം, നിനക്ക് താല്പര്യമുള്ളപ്പോഴൊക്കെ നീ വന്ന് കണ്ടാൽ മതിയെന്ന്. വീണ്ടും പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു പൂച്ചക്കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ ആക്ച്വലി ടൈഫോൺ ഇച്ചിരി വിഷമിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ആ ഒരു പൂച്ചക്കുട്ടി മരിച്ചു പോയിന്ന്. ആ സമയം ടോൺഫയും ഓക്കെ അങ്ങനെയാണല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ സോറി നീ അതിനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നന്നായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അത് എൻ്റെ കൈ വന്നതിന് ശേഷമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ടോൺഫയാണെങ്കിൽ അവനെ അങ്ങനെയൊന്നും പറയില്ല, നീ അതിനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് വീണ്ടും ടൈഫൂണിനായിരുന്നു ചോദ്യം ചോദിക്കാനായിട്ട് അവസരം കിട്ടിയിരുന്നത്. പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചോട്ടെ എന്നിങ്ങനെ പെർമിഷൻ ചോദിക്കുന്നതും സമ്മതം കിട്ടുന്നതുകൊണ്ട് തന്നെ ഓക്കെ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ടോൺഫയോട് ചോദിക്കുന്നുണ്ട്. ടോൺഫ അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. ടൈഫോൺ അപ്പോൾ ഇല്ലേ സീരിയസ്ലി അപ്പോൾ ആരുടെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെ ആരും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടൈഫോൺ ആണെങ്കിൽ അങ്ങനെയാണല്ലേ എന്ന് പറയുമ്പോൾ ടോൺഫ ആണെങ്കിൽ എന്തോ ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടോ. ആക്ച്വലി ഹൈസ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ റിലേഷൻഷിപ്പിലായിട്ടുണ്ടായിരുന്നു, എന്നാൽ അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ലവ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത്ര പെർഫെക്റ്റ് ആയിട്ട് പോകുന്നൊരു കാര്യമല്ല. അങ്ങനെ പിന്നീട് ഞങ്ങൾ ബ്രേക്കപ്പ് ആയി, അതിന് പിന്നീട് ഞാൻ ലവിൻ്റെ അവരും നോക്കാനേ പോയിട്ടില്ല. പിന്നെ ഞാൻ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ അയാളുടെ ആകാശം പോലെയാണെന്നാണ്. പക്ഷേ മഴ പെയ്യുന്ന സമയത്ത് ആകാശത്തിനെ കാണാൻ തീരെ ഭംഗിയില്ല, അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആർക്കും അതിൻ്റെ ആവശ്യമില്ല. സോ ഞാനാണെങ്കിൽ അയാളുടെ ആകാശം ആവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം ആവശ്യമില്ലാത്ത സമയത്തെല്ലാം ഒഴിവാക്കി കളയുന്നൊരു ഫീലാണ്. അതുകൊണ്ട് തന്നെ ആരുടെ ആകാശം അവൻ എനിക്ക് താല്പര്യമില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന ടൈഫോൺ അവൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ ആകാശമായി മാറിക്കൂടെയെന്ന്. അതും കാണിച്ചിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.